നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛനമ്മയും വിട്ട് എനിക്ക് ഒരിടത്തേക്കും വരാൻ പറ്റില്ല. കേട്ടില്ലേ? ഇതാണ് അവളുടെ മനസ്സ്. രാധിക 1-2 വട്ടം ലൊക്കേഷനിൽ വന്നിരുന്നു. അവിടെ എല്ലാവരും ഇവളെക്കുറിച്ച് തിരക്കി. രാധിക അഭിനയിക്കാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു വേഷം വരെ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പൊ അതില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. എന്താടി കൂടെ നടന്ന് നീ പറയിപ്പിക്കുന്നതാണോ ഇതൊക്കെ? കുടുംബത്തിലെ നാണം കെടുത്തോ നീ? അമ്മയൊന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ചെയ്ത ഉപകാരത്തിനൊക്കെ വളരെ നന്ദിയുണ്ട്. രാധിക മോളെ കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഞങ്ങളുടെ ഒരു രീതി വെച്ചിട്ട് മോളെ സിനിമയിലേക്കൊന്നും പറഞ്ഞയക്കാൻ പറ്റില്ല. എന്റെ ഇളയ മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് നിർബന്ധിച്ച് ഞങ്ങൾ തന്നെയാ അവൾ അതിൽ നിന്ന് മാറ്റി നിർത്തിയത്. അയ്യോ, നിങ്ങളുടെ തൊഴിൽ മോശമായതുകൊണ്ടല്ല കേട്ടോ, അത് ഞങ്ങളുടെ രീതികൾക്ക് പറ്റാത്തതുകൊണ്ടാ. തിരുമേനി, രാധികയെ ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയത് തീർത്തും നിസ്സാരക്കാരല്ല. അവരിനിയും ഇതുപോലുള്ള ശ്രമങ്ങൾ നടത്തും. അതുകൊണ്ട് ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ആരാ? കുറെ നേരം കൊണ്ട് വിളിക്കുന്നതാ. രാത്രി ആയാലെങ്കിലും നിർത്തിക്കൂടെ? കട്ട് ചെയ്തേക്ക്. ശരി മാഡം. എന്ത് കഷ്ടമായത്! എത്ര തവണയായിട്ട് അവരെ വിളിക്കുന്നതാ. മറ്റു നടിമാർക്കില്ലാത്ത എന്ത് പ്രത്യേകതയാ അവർക്കുള്ളത്? നമ്മൾ കാണാത്തതാണോ ഇവരെയൊക്കെ? ദേഷ്യപ്പെടണ്ട, ആവശ്യം നമ്മുടെതല്ലേ. ഇനി വിളിച്ചു നോക്കുന്നതില് അർത്ഥമില്ല. നേരിട്ട് പോയി കാണാം. ശ്യാമയ്ക്ക് മുമ്പ് അവരുടെ അടുത്ത് നമ്മൾ എത്തിയിരിക്കണം. വിനയപ്രസാദിന്റെ അടുത്തേക്ക് മാത്രമല്ല, ശ്യാമയുടെ മകൾക്ക് മുമ്പിലും ശ്യാമയ്ക്ക് മുമ്പേ എത്തേണ്ടത് നമ്മളാ. രാധികേ, ഞാനിന്ന് ഇറങ്ങിക്കോട്ടെ. നാളെ ഷൂട്ടുള്ളതാണ്. ദൈവത്തെ പോലെ എന്റെ മകളെ കാത്തു രക്ഷിച്ചു. നന്ദിയുണ്ട്. രാധിക, കാലം കുറെയൊക്കെ മാറിയിട്ടുണ്ട്. എങ്കിലും സ്ത്രീകളുടെ അവസ്ഥയില് കാര്യമായ മുന്നേറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. ഒരു സ്ത്രീ മുന്നോട്ട് പോകുമ്പോ അവളെ പുറകിൽ നിന്ന് വലിക്കുന്നതും ചില സ്ത്രീകളാണ്. അത് കവർ ചെയ്യണമെങ്കിൽ തോറ്റുകൊടുക്കില്ലെന്ന് നമ്മൾ തീരുമാനിക്കണം. അതിന് നമ്മൾ സ്വയം തയ്യാറാകണം. അപ്പോ പെണ്ണ് ജയിച്ചു തുടങ്ങും. മാമോനെ, എന്താടാ? ഏയ് ഒന്നുമില്ല, ഞാനേ ഇയാളിവിടെ ഉണ്ടോന്ന് നോക്കായിരുന്നു. ആ, മോള് നിനക്ക് ചായ ഇടാൻ പോവാ. അല്ല, എനിക്ക് ഈ നേരത്ത് ചായ ശീലമൊന്നുമില്ലല്ലോ. ആ, അതുകൊള്ളാം. ചായ വേണോന്നും അത് പ്രിയങ്കയുടെ കൈകൊണ്ട് തന്നെ ഇടണമെന്നും നീയല്ലേ പറഞ്ഞത്? മോളെന്നോട് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞോ? ആ, പിന്നെ പ്രിയങ്ക മോളോട് രഹസ്യം പറയുന്നത് സൂക്ഷിച്ചു വേണം. എന്തുണ്ടെങ്കിലും അവൾ എന്നോട് പറയും. ആ, ഇനി രണ്ടാൾ കൂടി ചായ ഇടോ കുടിക്കോ എന്താന്ന് വെച്ചാ അയക്കും. ഞാൻ പോവാ. എന്താടാ ഇത്? അതെ, ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇതിന്റെ കാര്യം ഒന്ന് പോടാ.
താനെന്തിനാ അമ്മയോട് കള്ളം പറഞ്ഞു? അത് ചായ ഇട്ട് തരാന്ന് കരുതി അമ്മ ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ വേറെ ഉദ്ദേശമൊന്നുമില്ലല്ലോ അടുക്കളയിലേക്ക് കയറി വന്നാല്. എന്തുദ്ദേശം? വരുൺ എന്താ ചോദിക്കുന്നേ? അമ്മയുടെയും മുത്തശ്ശിയുടെ ഒക്കെ മുമ്പില് നിഷ്കളങ്കത അഭിനയിച്ചോളൂ. പക്ഷേ എന്റെ മുന്നിൽ അത് വേണ്ട, മനസ്സിലായോ? കുറച്ചു കാലത്തേക്ക് എല്ലാവരും വിഡ്ഢികളാക്കാം. പക്ഷെ എല്ലാ കാലവും ആരെയും വിഡ്ഢികളാക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും അച്ഛൻ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. അച്ഛനല്ലേ മക്കളോട് വാത്സല്യത്തിൽ സംസാരിക്കുന്നുണ്ട് ചിലപ്പോൾ മറന്നു പോയതായിരിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് മനസ്സിൽ നിന്ന് കുറിച്ചു വെച്ചോ, ഉപകാരപ്പെടും പിന്നീട്. ഞാൻ അങ്ങോട്ട് പോവാ. ഒന്ന് നിന്നേ. എന്താ എന്താ തന്റെ കയ്യില്? ഒന്നുമില്ല. വെക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.